നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇപ്പോ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വരുന്നു, മന്ത്രിമാരുടെ പ്രത്യേക യോഗം വിളിച്ച് 110 സീറ്റ് പിടിക്കണമെന്ന തരത്തിലൊരു ചർച്ചകളൊക്കെ വന്നു എന്നുള്ളൊരു വിവരങ്ങൾ വരുന്നുണ്ട്. എന്താ അതിന്റെ ഒരു ഇന്നലെ ഒരു സ്പെഷ്യൽ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ ക്യാബിനറ്റ് ഇന്നലെ വൈകുന്നേരം 4:30 മണിക്കാണ് ആരംഭിച്ചത്. 3 മണിക്കൂർ എടുത്ത് 7:30 മണിക്കാണ് അത് അവസാനിച്ചത്. ഓരോ ജില്ലയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുകാര്യങ്ങൾ, ഇത് പരിശോധിച്ചു ഓരോ മന്ത്രിമാരും അവരുടെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ തവണ LDF വിജയിച്ച സീറ്റുകളിൽ വിജയിച്ച് വരാൻ വേണ്ടി പറ്റുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ചെറിയ വോട്ടിന് പരാജയപ്പെട്ട സീറ്റുകളും ഈ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ കണക്ക് പരിശോധിച്ചാൽ UDF വലിയ ലീഡില്ലാത്ത മണ്ഡലങ്ങൾ ഉൾപ്പെടെ, പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഒരു പരിശോധന നടത്തിയപ്പോൾ ഒരു 110 സീറ്റ് LDF വിജയിച്ച് വരാൻ വേണ്ടി സാധിക്കുമെന്നാണ് പൊതുവെ ഇന്നലത്തെ സ്പെഷ്യൽ ക്യാബിനറ്റ് വിലയിരുത്തിയത്. ഓരോ മന്ത്രിമാർക്കും സംഘടനാപരമായ ഉത്തരവാദിത്തമുള്ളതുപോലെ തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ അതാത് ജില്ലകളിൽ നടത്തേണ്ട ഇടപെടലുകൾ പൊതുവെ പരിശോധിച്ചു. അപ്പോൾ അത് പരിശോധിച്ചപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് കൃത്യമായൊരു പിക്ചർ വന്നു. 110 സീറ്റ് വിജയിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഞങ്ങൾ പൊതുവെ കരുതുന്നത്. അതിൽ കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റും LDF വിജയിക്കാൻ വേണ്ടി പറ്റും. കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റും LDF വിജയിച്ചിട്ടുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും വിജയിച്ചിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ 2 സീറ്റുകൾ 2016 UDF വിജയിച്ച 2 സീറ്റുകൾ LDF പിടിച്ചെടുക്കുകയായിരുന്നു ഈ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ. ഒന്ന് കോഴിക്കോട് സൗത്താണ്, മറ്റൊന്ന് കുറ്റ്യാടിയാണ്. യഥാർത്ഥത്തിൽ 2016 11-2 ആ 2 സീറ്റ് പിടിച്ചാൽ 100% വിക്ടറി LDF ഉണ്ടാകേണ്ട ജില്ലയായിരുന്നു കോഴിക്കോട് ജില്ല, 13-13. പക്ഷേ 2 സിറ്റിംഗ് സീറ്റുകൾ LDF നഷ്ടപ്പെട്ടു, വടകരയും കൊടുവള്ളിയും. ആ 2 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 2016 നിന്നും 2021 എത്തിയപ്പോൾ LDF സീറ്റ് വർദ്ധിച്ചു, വോട്ട് ഷെയർ വർദ്ധിച്ചു. സിറ്റിംഗ് സീറ്റുകൾ കേരളത്തിൽ LDF 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ടത് അപൂർവമാണ്. അങ്ങനെയുള്ളൊരു സമയത്താണ് ഒരു ജില്ലയിൽ 2 സീറ്റ് നഷ്ടപ്പെട്ടത്. ആ 2 സീറ്റ് ചെറിയ വോട്ടിനാണ് നഷ്ടപ്പെട്ടത്. ആ 2 സീറ്റ് കൂടി വിജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 13-13 LDF വിജയിക്കുമായിരുന്നു. ഇത്തവണ പൊതുവെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ 13 സീറ്റും കോഴിക്കോട് ജില്ലയിൽ വിജയിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെ നോക്കിയാൽ 13-ൽ 4 സീറ്റിൽ LDF ലീഡുണ്ട്. 7 സീറ്റിൽ ചെറിയ മാർജിന് 1000, 1500, 2000 തുടങ്ങി ചെറിയ മാർജിനാണ് LDF പിറകിൽ. 4, 7, 11. ബാക്കി 2 സീറ്റിലാണ് LDF കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അതിൽ തിരുവമ്പാടി പോലുള്ള സീറ്റിൽ ജനകീയനായ MLA ആണ് ശ്രീ ലിൻഡോ എന്നുള്ളത് നമുക്കറിയാം. കൊടുവള്ളിയും 2016 LDF വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റിലും LDF വിജയിച്ചു വരും എന്നാണ് പൊതുവെ ഇന്നലെ സ്പെഷ്യൽ ക്യാബിനറ്റിൽ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തപ്പോൾ കണ്ടെത്തിയത്. കേരളത്തിൽ 110 സീറ്റിൽ LDF വിജയിച്ചു വരും.